ഏപ്രിൽ 22 പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ യുദ്ധത്തിൻ്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയിരിക്കുകയാണ്. ഈ സംഘർഷാവസ്ഥ ഒരു പക്ഷേ ഒരു വലിയ യുദ്ധത്തിൽ ചെന്ന് കലാശിച്ചേക്കാം. അതല്ലെങ്കിൽ ചെറിയ തോതിലുള്ളൊരു സംഘട്ടനം ആ നിലയിലെങ്കിലും സംഭവിക്കാതിരിക്കാൻ കാരണമൊന്നുമില്ല. രാജ്യത്തിൻ്റെ അഖണ്ഡതയും സുരക്ഷിതത്വവും സംരക്ഷിക്കേണ്ടത് ഏതൊരു രാജ്യത്തിൻ്റെയും ചുമതല തന്നെയാണ്. ഭാരതത്തിൻ്റെ സുരക്ഷിതത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ടും മനുഷ്യാവകാശങ്ങൾ ധ്വംസിച്ചുകൊണ്ടും പാകിസ്ഥാൻ ഭീകരർ സമീപകാലത്ത് നടത്തിയ ഭീകരാക്രമണം മനുഷ്യ മനസാക്ഷിയുള്ള എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ്. ഈ സാഹചര്യത്തിൽ ഭാരതത്തിൻ്റെ തിരിച്ചടി പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമാണ്. അത് നൽകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതിനപ്പുറം അതെന്താകും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കിപ്പോഴേ പൂർണ്ണമായി പ്രവചിക്കാൻ കഴിയില്ല. എന്തായാലും പാകിസ്ഥാൻ്റെ ആഭ്യന്തര അവസ്ഥ വളരെ ദയനീയമാണ്. നീണ്ടകാലം തീവ്രവാദികൾക്ക് വളക്കൂറുള്ള മണ്ണ് ഉണ്ടാക്കി കൊടുത്ത് അതിൻ്റെ ഫലമായി സാമ്പത്തികപരമായിട്ടും സുരക്ഷിതത്വപരമായിട്ടും ആ രാജ്യം തകർന്നടിഞ്ഞു എന്നുള്ളൊരു വസ്തുതയാണ്. എക്കണോമിക് ആയിട്ടായാലും സെക്യൂരിറ്റി ആംഗിളിലായാലും പാകിസ്ഥാൻ ഇന്ന് വളരെ വളരെ വെല്ലുവിളികൾ നേരിടുകയാണ്. അതുകൊണ്ടാണ് ഇൻഡസ് നദീജല കരാർ നമ്മൾ തഴയുകയാണെന്നും അതിൽ നിന്ന് നമ്മൾ പിൻവാങ്ങുകയാണെന്നും താൽക്കാലികമായി നമ്മളത് നിർത്തിവെക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ പാകിസ്ഥാൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ സിവിലിയൻ ഭരണകൂടം നാമമാത്രമായിട്ടാണെങ്കിലും മാറ്റപ്പെടാനും പൂർണ്ണമായൊരു പട്ടാള ഭരണമോ അതല്ലെങ്കിൽ പട്ടാള മേധാവി അസിം മുനീറിനെ മാറ്റാനോ ഉള്ള സാഹചര്യവും നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. ഈ സാഹചര്യങ്ങളൊക്കെ പാകിസ്ഥാന് സ്ഥിര പരിചയമുള്ളൊരു പശ്ചാത്തലമാണ്. 1979 അഫ്ഗാനിസ്ഥാൻ സോവിയറ്റ് റഷ്യ ആക്രമിച്ചതിന് ശേഷം പാകിസ്ഥാനും അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും എല്ലാവരും കൂടി ചേർന്ന് അഫ്ഗാനിസ്ഥാനിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ തുരത്താൻ തീവ്രവാദികളെ വളർത്തിയത് മുതലാണ് ഇൻഡോ പാക് ബന്ധങ്ങളിൽ തീവ്രവാദ രാഷ്ട്രീയം ഒരു ദൈനംദിന സാഹചര്യമായി നമുക്ക് നേരിടേണ്ടി വന്നത്. അതിൻ്റെ കാരണം കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പുറത്താക്കിയെങ്കിലും മുജാഹിദീൻ ശക്തികളും താലിബാൻ ശക്തികളും തീവ്രവാദികളാകാൻ കൂലിപ്പട്ടാളമായി തയ്യാറെടുക്കുന്ന മറ്റൊരു വിഭാഗവും തുടങ്ങി പല തരത്തിലുള്ള തീവ്രവാദി ഗ്രൂപ്പുകൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കുടിയേറുകയും അവരവിടെ താമസമാക്കി എന്ന് മാത്രമല്ല പാകിസ്ഥാൻ്റെ സഹായത്തോടു കൂടി അവരെ കാശ്മീർ താഴ്വരയിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് 1989 ശേഷം നുഴഞ്ഞുകയറ്റ ഭീകരവാദം കാശ്മീരിൽ വളരെ പ്രശ്നമായി മാറിയത്. ഈ സാഹചര്യം തുടർന്നു പോവുകയും ഇതിനകം അഫ്ഗാനിസ്ഥാനിലെ രാഷ്ട്രീയം മാറി അവിടെ പട്ടാള ഭരണവും മറ്റും പരിശ്രമിച്ചെങ്കിലും അവിടുത്തെ താലിബാൻ തീവ്രവാദികൾ തന്നെ അഫ്ഗാനിസ്ഥാൻ ഭരണം ഏറ്റതോടുകൂടി അഫ്ഗാനിസ്ഥാൻ ബന്ധങ്ങൾക്ക് തകർച്ചയുണ്ടായി. ഇന്ന് അഫ്ഗാനിസ്ഥാനെ സഹായിക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ തീവ്രവാദികളുടെ സമ്മർദ്ദം മൂലം ആഭ്യന്തരമായി വലിയ പ്രശ്നത്തിലാണ്. പക്തൂൺവാലയുടെ പ്രശ്നമുണ്ട്, ബലൂചിസ്ഥാൻ്റെ പ്രശ്നമുണ്ട്. പ്രാദേശികമാണെങ്കിലും അത് വലിയ തോതിൽ പാകിസ്ഥാൻ വിരുദ്ധ വിമോചന സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആഭ്യന്തരമായി പാകിസ്ഥാൻ വലിയ പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ്. അന്തർദേശീയപരമായിട്ട് പാകിസ്ഥാനെ സഹായിക്കാൻ ചൈന ഒഴികെ മറ്റാരും ഇതുവരെ പ്രഖ്യാപിതമായി വന്നിട്ടില്ല. ടർക്കി പറയുന്നത് ഞങ്ങളവിടെ പ്ലെയിനിൻ്റെ ഓയിലടിക്കാനും മറ്റും നിർത്തി എന്നല്ലാതെ
പാകിസ്ഥാനുമായിട്ടൊരു സൈനിക കരാറോ പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ പിന്തുണയ്ക്കാമെന്ന് നമ്മൾ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലും ഒരുപക്ഷെ ടർക്കിയും ചൈനയും മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കിലെ അസർബൈജാനോ മറ്റോ ഒരുപക്ഷെ ഈ 3 രാജ്യങ്ങൾക്കൊഴികെ ഗൾഫ് കോപ്പറേഷൻ കൗൺസിലോ ഇസ്ലാമിക് കോപ്പറേഷനിലോ ഗൾഫ് ഇസ്ലാമിക് കോപ്പറേഷനിലോ ഇവിടെ നിന്നൊന്നും ഒരു രാജ്യം പോലും പാകിസ്ഥാനെ സഹായിക്കാൻ വരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ചൈനയും ടർക്കിയും മാത്രമാണ് പ്രധാനം. ചൈനയാണ് ഏറ്റവും പ്രധാനം. പക്ഷേ ചൈനയ്ക്ക് തന്നെ പാകിസ്ഥാനെ സഹായിക്കുന്നതിൽ പരിമിതിയുണ്ട്. ചൈനയോടും പാകിസ്ഥാനും പാകിസ്ഥാനോട് ചൈനയും എന്നും സൗഹൃദമായിരിക്കുന്ന, ഏത് കാലാവസ്ഥയിലും സൗഹൃദമായിരിക്കുന്ന ഒരു ബന്ധമുണ്ടെങ്കിൽ പോലും ചൈനയിലെ യുവാൻ പ്രോവിൻസിലുള്ള യുഗർ മുസ്ലിങ്ങളുടെ പ്രശ്നം ചൈന തന്നെ നേരിടുന്ന ഒരു ആഭ്യന്തര പ്രശ്നമാണ്. അപ്പോൾ ചൈനയിൽ ഒരു ചെറിയ രീതിയിലെങ്കിലും തീവ്രവാദം വളർന്നു എന്ന് തോന്നിയാൽ അടിച്ചമർത്തും. കാരണം അതൊരു ഒറ്റ പാർട്ടി ഭരണമാണ്. പട്ടാളവും ഭരണവും പാർട്ടിയും ഒന്നാണ്. അതുകൊണ്ട് തന്നെ അകത്തുള്ള ഡിസ്കണ്ടന്റ് നശിപ്പിക്കാൻ ചൈനയ്ക്ക് സമയം വേണ്ട. അതോടൊപ്പം സാങ്കേതികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും സൈനികപരമായിട്ടും ചൈന വളരെ വളരെ മുമ്പിലാണ്. അമേരിക്ക കഴിഞ്ഞ ലോകത്തിലെ 2ാമത്തെ വൻ ശക്തിയാണ്. പക്ഷെ ആ ചൈനയ്ക്ക് പാകിസ്ഥാൻ്റെ പ്രാരാബ്ദം ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടോ? അതോ അമേരിക്കയുമായി സൗഹൃദമുള്ള ഇന്ത്യയെ നേരിടാൻ ഒരു സംഘടനാത്മകമായ സാഹചര്യം നോക്കാതെ സൗഹൃദത്തിൻ്റെ അന്തരീക്ഷത്തിൽ ചൈന വരുമോ? എന്തായാലും പാകിസ്ഥാന് അക്കാര്യത്തിൽ ചൈനയുടെ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ചിലകാല സൗഹൃദമുണ്ടെങ്കിൽ പോലും ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ്റെ ആഭ്യന്തരമായ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന പശ്ചാത്തലത്തിൽ ചൈനയ്ക്ക് എത്രത്തോളം പാകിസ്ഥാനെ സഹായിക്കാൻ കഴിയും? കാരണം ഇവിടെ വരുന്ന പ്രശ്നം തീവ്രവാദമാണ്. ഏത് രാജ്യത്തിനും തീവ്രവാദം വലിയ പ്രശ്നമാണ്. തീവ്രവാദത്തെ ഊട്ടി വളർത്തിയ പാകിസ്ഥാൻ ഇന്ന് അത് അനുഭവിക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ ഉപപ്രധാനമന്ത്രി തന്നെ സമീപകാലത്ത് പറഞ്ഞു, ഞങ്ങൾ അമേരിക്കയ്ക്ക് വേണ്ടി ആ വൃത്തികെട്ട ജോലി ചെയ്തു. പക്ഷെ ആ ജോലി അവർ മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അതിൻ്റെ തിരിച്ചടി അവർക്ക് തന്നെ വിനയായി മാറിയത്. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ്റെ സംഘർഷാത്മകമായ സാഹചര്യം ഇന്ത്യ ബന്ധങ്ങളെയും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാഹചര്യത്തെയും എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് നമ്മൾ കാണേണ്ടത്. അന്തർദേശീയ ബന്ധങ്ങളിൽ അയൽപക്ക രാജ്യങ്ങൾ തമ്മിൽ സൗഹൃദമായിരിക്കേണ്ടതും പ്രാദേശിക സൗഹൃദം വരേണ്ടതുമൊക്കെ വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഇന്ത്യയും ചൈനയുമായി എന്നും സൗഹൃദത്തെക്കാൾ സംഘടനാത്മക സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് പോലും സിന്ധു നദീജല കരാർ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1960 ഒപ്പിട്ടത് അന്ന് തന്നെ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ്. നെഹ്റുവിന് ശേഷം നമ്മളത് ഒരു രീതിയിലും മാറ്റാൻ ശ്രമിച്ചിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം മറ്റൊരു രാജ്യത്തിന് അവരുടെ കാർഷിക രംഗവും കുടിവെള്ള ലഭ്യതയും ഉൾപ്പെടെ വൈദ്യുതിയുടെ ആവശ്യം, ഇങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങൾക്ക് നമ്മുടെ സിന്ധു നദീജലം ഗുണം ചെയ്യുന്നു എന്നുള്ളൊരു വസ്തുത നമ്മൾ പരിഗണിച്ചുകൊണ്ടാണ്. പക്ഷെ തീവ്രവാദവും ജലവുമായി ബന്ധപ്പെട്ട നയതന്ത്രവും ഒരുമിച്ച് എങ്ങനെ പോകും? 6 പ്രധാനപ്പെട്ട നദികളാണ് സിന്ധു നദിയുമായി ബന്ധപ്പെട്ടുള്ളത്. അതിൽ രവി, ബീസ്, സത്ലജ് നദികൾ പൂർണ്ണമായും ഇന്ത്യയുടെ ഭാഗത്താണ്. അതിൻ്റെ ഒഴുക്കും തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെയാണ്. എന്നാൽ ഇൻഡസ്, ചെനാബ് തുടങ്ങിയ നദികൾ, ഈ നദികൾ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നതാണ്. ഇൻഡസ്, ജലം, ചെനാബ് ഈ നദികൾ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നതിന് മുമ്പ് ഇന്ത്യ തന്നെ അതിലൊരു ഭാഗം വൈദ്യുതിക്ക് ഉപയോഗിക്കുമെന്നും ഈ കരാറിൽ പറയുന്നുണ്ട്. അത് പാകിസ്ഥാൻ വലുതായിട്ട് അതിനെ എതിർത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ വെള്ളം തിരിച്ചുവിടും എന്ന് പറഞ്ഞപ്പോൾ അത് ഒരു ദിവസം കൊണ്ട് നടക്കില്ല, നമുക്കെല്ലാവർക്കും അറിയാം. ആ ജലത്തിൻ്റെ ലഭ്യത കുറഞ്ഞാൽ പാകിസ്ഥാൻ കൂടുതൽ പ്രശ്നങ്ങളിൽ വരും ഭാവി വർഷങ്ങളിൽ. അതുകൊണ്ട് ഒരു ജലത്തിൻ്റെ അടിസ്ഥാനത്തിലൊരു യുദ്ധം, വാസ്തവത്തിൽ കാശ്മീർ പ്രശ്നം തന്നെ ജലമാണ് പ്രധാനം, മുഖ്യം. കാശ്മീരികളോട് സ്നേഹം കാണിക്കുന്നു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് പാകിസ്ഥാൻ.
കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ പാകിസ്ഥാൻ ഓക്കുപ്പൈ ചെയ്ത കാശ്മീർ ഭാഗം വികസിക്കുമായിരുന്നല്ലോ. എന്തുകൊണ്ടേ അത് വികസിച്ചിട്ടില്ല? അവിടുത്തെ ജനങ്ങൾ ഇന്നും പട്ടിണിയിലാണല്ലോ. അപ്പോൾ കാശ്മീർ ജനതയോടല്ല അവർക്ക് സ്നേഹം, മറിച്ച് കാശ്മീരിൽ നിന്നുള്ള നദീജല ഗുണങ്ങൾ അതവർക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള സാഹചര്യമാണ്. നമ്മുടെ രാജ്യത്തോട് സ്ഥിരമായി ഇങ്ങനെ തീവ്രവാദം കാണിക്കുന്ന ഒരു രാജ്യത്തെ നമുക്ക് ഒരു തിരിച്ചടിയെങ്കിലും കൊടുക്കണം. അന്തർദേശീയ ബന്ധങ്ങളിൽ ഇതിനെ ഡെറ്ററൻസ് എന്ന് പറയും. ഡെറ്ററൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറുതെ നമ്മളൊരു തടയലല്ല ഉദ്ദേശിക്കുന്നത്, അതിനോടൊപ്പം ഒരു പ്യൂണിറ്റീവ് ആക്ഷൻ, ഒരു ശിക്ഷാ നടപടിയും കൂടിയുണ്ട്. ആ ശിക്ഷാ നടപടി നമ്മൾ ഉടനെ തന്നെ ചെയ്യും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതെങ്ങനെയാകുമെന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണുന്നത്. സർജിക്കൽ സ്ട്രൈക്കാണോ, അതല്ല പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീരിലേക്ക് വെള്ളം കൂടുതൽ തുറന്നുവിട്ട് അവിടെ വെള്ളപ്പൊക്കം വരുത്തി വിനാശങ്ങൾ ഉണ്ടാകുകയാണോ? പലതരത്തിൽ നമുക്ക് ഇക്കാര്യത്തിൽ പോസിറ്റീവായ ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു തുറന്ന യുദ്ധത്തിന് പാകിസ്ഥാൻ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ വന്നാൽ പാകിസ്ഥാൻ ഒരുപക്ഷെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ 2-3 രാജ്യങ്ങളായി തന്നെ ചിതറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം പാകിസ്ഥാനിൽ സിവിലിയൻ ലീഡർഷിപ്പിന് ഒരു പ്രസക്തിയുമില്ല. ഇമ്രാൻഖാനെ ജയിലിലാക്കിയിട്ട് നാളുകളേറെയായി. മറ്റ് സിവിലിയൻ രാഷ്ട്രീയക്കാരെല്ലാം പട്ടാളത്തോട് അടുത്ത് നിൽക്കുന്നവരാണ്. ബിലാവൽ ഭൂട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി പോലും പട്ടാളത്തേക്കാൾ വലിയ ഇന്ത്യ വിരോധം പ്രസംഗിച്ചു നടക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ പാകിസ്ഥാനെ സാമ്പത്തികമായിട്ട് ഉയർത്താൻ ഇന്ന് അമേരിക്കയില്ല. ഞാൻ ഓർക്കുന്നത് സെപ്റ്റംബർ 11, 2001 ശേഷം അന്ന് റീഗണും പിന്നീട് വന്ന പ്രസിഡന്റ് ബുഷുമെല്ലാം തീവ്രവാദത്തിനെതിരെ പോരാടാൻ $1,00,000 സംഭാവന പാകിസ്ഥാന് നിരന്തരം കൊടുത്തിരുന്നു. ഈ പണമൊക്കെ ഇവിടെ പോയി? സ്വാഭാവികമായിട്ട് ഇത് പട്ടാള മേധാവികൾ ചൂഷണം ചെയ്തതായിട്ടേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പാകിസ്ഥാൻ്റെ വികസനത്തിനല്ല, മറിച്ച് തീവ്രവാദത്തിനാണ് അത് ഉപയോഗിച്ചതെന്ന് കഴിഞ്ഞ 30 വർഷത്തെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സോവിയറ്റ് യൂണിയൻ തകർന്നു, റഷ്യ ആസ്ഥാനത്ത് വന്നു. റഷ്യയുടെ അയൽപക്കത്തുള്ള ചില രാജ്യങ്ങൾ, സെൻട്രൽ ഏഷ്യയിൽ നിൽക്കുന്ന ചില രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങളാണെങ്കിലും അവയൊന്നും തന്നെ പാകിസ്ഥാനോട് വലിയ തോതിലുള്ള ആഭിമുഖ്യം കാണിച്ചിട്ടില്ല. അസർബൈജാൻ മാത്രമേ ഇക്കാര്യത്തിൽ നമുക്ക് സംശയമുള്ളൂ. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് ആയാലും ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ ആയാലും എല്ലാം പാകിസ്ഥാനോട് പ്രത്യേക മമത കാണിക്കുന്നില്ല. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളെ ഒരുപോലെ കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ നമ്മളുടെ സ്ട്രൈക്കിന് തിരിച്ച് നമ്മൾ എന്തായാലും സ്ട്രൈക്ക് നടത്തും. അതിന് വലിയ താമസമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ചെയ്യുന്നൊരു കൃത്യം തിരിച്ചടിക്കുള്ള തയ്യാറെടുപ്പിന് പാകിസ്ഥാൻ തുനിഞ്ഞാൽ ബലൂചിസ്ഥാനിലെ ആഭ്യന്തര കലാപം വർദ്ധിക്കുകയും താലിബാൻ അഫ്ഗാനിസ്ഥാൻ്റെ ആക്രമണം പാകിസ്ഥാനിലേക്ക് ഉണ്ടായാൽ പാകിസ്ഥാൻ എങ്ങനെ പിടിച്ചു നിൽക്കും? ഇതിനിടയ്ക്ക് സിവിലിയൻ ഭരണം മാറാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ആകെക്കൂടി വല്ലാത്തൊരു പ്രതിരോധത്തിലാണ് പാകിസ്ഥാൻ. അത് അവർ തന്നെ വരുത്തി വെച്ച വിനയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അവർക്കിന്ന് സുഹൃത്തുക്കളില്ല, മറ്റ് പ്രധാനപ്പെട്ട സൗഹൃദ രാജ്യങ്ങളില്ല, അന്തർദേശീയ ബന്ധങ്ങൾ ശക്തമല്ല. ഐക്യരാഷ്ട്രസഭ അതിൻ്റെ ശക്തി വളരെ അങ്ങ് ദുർബലപ്പെട്ട ഒരു ലോകത്ത് നമ്മൾ നിൽക്കുകയാണ്. അവിടെ തന്നെ നമുക്കറിയാം പാകിസ്ഥാന് ഐക്യരാഷ്ട്രസഭയിലെ നോൺ പെർമനൻറ്റ് മെമ്പർ ഓഫ് ദി സെക്യൂരിറ്റി കൗൺസിൽ എന്നൊരു സ്ഥാനമുണ്ടെങ്കിലും 2026 അടുത്ത വർഷം അതിൽ നിന്ന് ഒഴിയേണ്ടിയും വരും. എന്തായാലും ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് നമുക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇതിനിടയ്ക്ക് ലോബി ചെയ്യാനുള്ള ശക്തിയൊന്നും കാണുന്നില്ല. അന്റോണിയോ ഗുട്ടേറസിൻ്റെ പീരീഡിൽ ഐക്യരാഷ്ട്രസഭ വളരെ വളരെ ദുർബലപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ G20 കൊണ്ട് മറ്റ് രാജ്യങ്ങളും കൊണ്ട് നടക്കുന്ന നമുക്ക് എന്നും സോഫ്റ്റ് ഡിപ്ലോമസിയും അന്തർദേശീയ ബന്ധങ്ങളിൽ എല്ലാ രാജ്യങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു സംവിധാനം, മൾട്ടിലാറ്ററൽ പോളിസി, ബഹുമുഖ രാഷ്ട്രവാദം നടത്തുന്ന ഒരു രാജ്യം നമ്മൾ. അങ്ങനെ ചെയ്യുന്ന രാജ്യം ഒരിക്കലും സംഘടനവും യുദ്ധവും അല്ല ആഗ്രഹിക്കുന്നത്. പക്ഷേ സ്വന്തം സുരക്ഷ ഏത് രാജ്യത്തിൻ്റെ പ്രധാന ഘടനയാണ്. അപ്പോൾ നമ്മുടെ ദേശീയ സുരക്ഷയ്ക്ക് നമുക്ക് പാകിസ്ഥാനെ ചെറുത്തേ പറ്റൂ. ഈ തീവ്രവാദം തുടർന്നും കൊണ്ടുപോകുന്നത് നമ്മൾ അനുവദിക്കാൻ പാടില്ല. കാശ്മീരിൽ സമീപകാലത്തുണ്ടായ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിന് ശേഷം, ദുർബലപ്പെടുത്തിയതിന് ശേഷം, യൂണിയൻ ടെറിട്ടറിയായി മാറിയതിന് ശേഷം എല്ലാവരും പ്രതീക്ഷിച്ചത് വലിയ കുഴപ്പങ്ങളുണ്ടാകുമെന്ന്. കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, സമാധാനം പുലർന്നു, വ്യവസായങ്ങൾ വളർന്നു, കാർഷിക സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെട്ടു, എല്ലാത്തിനും ഉപരി ടൂറിസം വളരെ ശക്തമായി.
കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് 2.5 കോടി ജനങ്ങളോളം ടൂറിസ്റ്റുകളായി അവിടെ വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വന്ന ടൂറിസ്റ്റുകൾ തീർച്ചയായിട്ടും അവിടുത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന ചെയ്യും. സാധാരണക്കാരായ പാവപ്പെട്ട ആൾക്കാർക്ക്, തൊഴിലാളികൾക്ക്, ടൂറിസ്റ്റ് ബോട്ടുകൾ നടത്തുന്ന തൊഴിലാളികൾക്കും, അതോടൊപ്പം തന്നെ കരകൗശല മേഖലയിലും ടെക്സ്റ്റൈൽസിലും, പിന്നെ മറ്റ് പൂക്കളും മറ്റും വിൽക്കുന്ന ആൾക്കാരും, അങ്ങനെ തുടങ്ങി എല്ലാ മേഖലയിലും ആൾക്കാർക്ക് സാമ്പത്തിക ഗുണം കിട്ടുന്ന രീതിയിലാണ് ടൂറിസം വളർന്നത്. അങ്ങനെ വളർന്ന ഭാരതത്തോട് വലിയ രീതിയിലുള്ളൊരു സന്തോഷവും സ്നേഹവും കാണിച്ച ഒരു പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാൻ്റെ ഏപ്രിൽ 22 സംഭവം നടക്കുന്നത്. അതിനെ തുടർന്ന് പാകിസ്ഥാൻ മുർദാബാദ് എന്ന് കാശ്മീരിലെ ജനത വിളിച്ചത് നമ്മൾ കണ്ടതാണ്. പാകിസ്ഥാനോട് വിരോധം ശക്തമാണ്. ഇപ്പോൾ ശരിക്കും മുമ്പുണ്ടായിരുന്ന അവസ്ഥ മാറി ഇന്ത്യയോടൊപ്പം വളരെ ലോയൽറ്റിയും ഇൻ്റഗ്രേഷനും കാണിക്കുന്ന കാശ്മീർ മേഖല, ഈ കാശ്മീർ മേഖലയിലുള്ള ഭീകരവാദികളെ നമുക്ക് തുടച്ചു നീക്കിയേ പറ്റൂ. അതിനാദ്യം നമ്മുടെ പട്ടാളം ചെയ്തത് ഭീകരവാദികൾ നമ്മുടെ കാശ്മീരിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തിരയുകയാണ്. ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ വീടുകളും മറ്റും നശിപ്പിച്ചു. ഒരു 10ഓളം വീടുകൾ നശിച്ചു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ഇനി ബുൾഡോസർ നയം വേണ്ട, കാരണം പാവപ്പെട്ട ആൾക്കാരെ ബാധിക്കുന്ന രീതിയിൽ അതാകരുത്. തീവ്രവാദികളുടെ അമ്മമാരൊന്നും അതിൽ പങ്കാളികളല്ല, അപ്പോൾ അവരെ ഉപദ്രവിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ നശിപ്പിച്ച വീടുകളിലൊക്കെ അകത്തെല്ലാം ലങ്കറും മറ്റ് ഒളിത്താവളങ്ങളും എല്ലാം കണ്ടെത്തി എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ജാഗ്രത പാലിക്കണം. ബുൾഡോസർ നയം ദുർബലപ്പെടുത്താം, പക്ഷേ നമ്മുടെ കാശ്മീരിലുള്ള ജനതയുടെ പൂർണ്ണ പിന്തുണ നമുക്കുണ്ടെങ്കിൽ തീവ്രവാദികളെ തീർച്ചയായിട്ടും തുടച്ചു മാറ്റാൻ കഴിയും. ഇപ്പോൾ പട്ടാളം ചെയ്യുന്ന അതാണ്, നന്നായിട്ട് അവിടെ കോംബ് ചെയ്യുകയാണ്. കാശ്മീർ മേഖല കോംബ് ചെയ്ത് തീവ്രവാദികളെ ഫ്ലഷ് ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് പാകിസ്ഥാനിലേക്ക് ഓടി ഒളിക്കേണ്ടി വരും, അതല്ലെങ്കിൽ ഇന്ത്യൻ പട്ടാളത്തിൻ്റെ വെടിവെക്കേണ്ടി വരും എന്നുള്ളത് സത്യമാണ്. ഈ സാഹചര്യം നടക്കുമ്പോൾ പല സ്ഥലങ്ങളിലും പ്രകോപനമുണ്ടായി. പാകിസ്ഥാൻ തന്നെ ഷെമില കരാർ റദ്ദാക്കുന്നതായി പ്രഖ്യാപിച്ചു. ആയിക്കൊള്ളട്ടെ, പക്ഷേ ആ കരാർ റദ്ദാക്കിയതിന് ശേഷം വെടിനിർത്തൽ ദുർബലപ്പെട്ടു, വെടി പൊട്ടുന്നുണ്ട് പല മേഖലകളിലും, അതിർത്തികളിലെല്ലാം നമ്മളതിൽ ജാഗ്രത പാലിക്കുന്നുണ്ട്. അപ്പോൾ സീസ് ഫയർ വയലേഷൻ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ നമ്മൾ തിരിച്ചടിക്കുമെന്നുള്ളത് സംശയമില്ല. പക്ഷേ ഇത് മുന്നോട്ട് പോയാൽ ഒരു ആണവയുദ്ധത്തിൽ ചെന്നെത്തുമോ എന്നുള്ളൊരു സാഹചര്യം നമുക്ക് പ്രവചിക്കാനാവില്ല. കാരണം പാകിസ്ഥാൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാജ്യമല്ല. നമ്മുടെ ഐക്യരാഷ്ട്രസഭയിൽ നമ്മുടെ പ്രതിനിധി പറഞ്ഞതുപോലെ ഒരു തെമ്മാടി രാഷ്ട്രമാണ്. ഒരു ഉത്തരവാദിത്തമില്ലാതെ തീവ്രവാദ രാഷ്ട്രീയം തുടരുന്നൊരു രാജ്യത്തെ നമുക്ക് ശ്രദ്ധയോടെ കൂടെ ജാഗ്രതയോടെ കൂടെ നേരിടേണ്ടത്. ഒരുപക്ഷെ ആണവ കരാർ ലംഘിച്ചുകൊണ്ട് അവർ തന്നെ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ തിരിച്ചടി വളരെ വലുതായിരിക്കും. അതുമാത്രമല്ല, ന്യൂക്ലിയർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് മാത്രമായിട്ടൊരു ആക്രമണം കൊണ്ട് തീരത്തില്ല. ഉദാഹരണമായിട്ട് അമൃത്സറിനെ ആക്രമിച്ചാൽ ലാഹോറും പാകിസ്ഥാന് നഷ്ടപ്പെടേണ്ടി വരും. മറ്റൊന്നുമല്ല, കാരണം അതിൻ്റെ ഇമ്പാക്റ്റ് അടുത്ത പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കും, ന്യൂക്ലിയർ ഇമ്പാക്റ്റ് എന്നുള്ളതുകൊണ്ട്. നമ്മൾ നോ ഫസ്റ്റ് യൂസ് സൈൻ ചെയ്തിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയിലും മറ്റും. അതുകൊണ്ട് നമ്മളായിട്ട് തുടങ്ങി വയ്ക്കില്ല. പരമ്പരാഗതമായൊരു യുദ്ധമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല, നമുക്ക് വലിയ അപ്പർ ഹാൻഡ് ഉണ്ട്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യം വളരെ കോംപ്ലക്സാണ്, ഒരു അർത്ഥത്തിൽ അൺപ്രഡിക്റ്റബിളാണ്. അത് പാകിസ്ഥാൻ അത് മനസ്സിലാക്കി നമ്മൾ കൊടുക്കുന്ന ഒരു തിരിച്ചടി, സർജിക്കൽ സ്ട്രൈക്ക് വാങ്ങി നിർത്തിയാൽ അവർക്ക് നല്ലത്. അതല്ലാതെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആഭ്യന്തര കലാപം കൊണ്ട് പാകിസ്ഥാൻ കൂടുതൽ വഷളാകും. ഇന്ത്യക്കും പ്രശ്നമുണ്ടാകില്ല എന്ന് ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾ വികസനത്തിൻ്റെ പാതയിലാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറേ റിസോഴ്സസ് നമുക്ക് പ്രതിരോധത്തിന് കൂടുതലായി ഉപയോഗിക്കേണ്ടി വരും. കുറച്ചൊക്കെ തിരിച്ചടികൾ നമുക്കുണ്ടായാൽ അതിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് റീകൺസ്ട്രക്ഷൻ്റെ ഭാവി കാര്യങ്ങൾ നമുക്ക് ആവശ്യം വരും. അപ്പം അങ്ങനെ തുടങ്ങി നമുക്കും ചില പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മൾ ഒരു പോസിറ്റീവായിട്ട് ലോകത്തിൻ്റെ വികസനത്തെ കാണുന്ന രാജ്യമാണ്. അപ്പം നമ്മൾ സമാധാനത്തിന് വേണ്ടി വികസനം ഉപയോഗിക്കുന്നൊരു സാഹചര്യം, ആ വികസനത്തിന് സമാധാന അന്തരീക്ഷം ഉള്ളത് കൊണ്ടാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് രാജ്യത്ത് വലിയ മുന്നേറ്റമുണ്ടായത്. അടുത്ത 2 വർഷത്തിനകം ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറും. നല്ലൊരു മിഡിൽ ക്ലാസ് ഉണ്ട്. പാകിസ്ഥാന് മിഡിൽ ക്ലാസ്സും ഇല്ല, പൊതുസമൂഹവുമില്ല. അപ്പോൾ അവിടെ അവരെ ഉപദേശിക്കാനോ പറഞ്ഞു കൊടുക്കാനോ ആരുമില്ല. അന്തർദേശീയ ബന്ധങ്ങളിൽ ഏതെങ്കിലും രാജ്യം അവരെ പ്രത്യേകിച്ച് സഹായിക്കാൻ വരുന്നുമില്ല. നല്ലത് ഉപദേശിച്ചു കൊടുക്കാൻ ചൈന തയ്യാറായാൽ പാകിസ്ഥാൻ അത് മതിയാക്കുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ പാകിസ്ഥാന് യാതൊരു ഭാവിയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ ചിതറിപ്പോയി പാകിസ്ഥാൻ 2ഓ 3ഓ പീസസ് ആയിട്ട് ഭാവിയിൽ വന്നാലും നമുക്കും അത് വീണ്ടും പ്രശ്നമാണ്. കാരണം ഈ സബ് കോണ്ടിനെൻറ്റിനെ ചൂഷണം ചെയ്യാൻ വൻ ശക്തികൾ എന്നും തയ്യാറാകും.
അതുകൊണ്ടാണല്ലോ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മൾ ആദ്യഘട്ടത്തിൽ വിഭജനത്തെ എതിർത്തത്. ആ വിഭജനം ഉണ്ടായതിനു ശേഷം കോൾഡ് വാറിൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഒരു പ്ലാറ്റ്ഫോമായി പാകിസ്ഥാൻ മാറുകയും പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾക്ക്, അമേരിക്കയ്ക്കും മറ്റും എന്നും ഉപകരിക്കുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറി. അത് കമ്മ്യൂണിസത്തെ എതിർക്കാനാണെങ്കിൽ, സോവിയറ്റ് യൂണിയനെ എതിർക്കാനാണെങ്കിൽ, പിന്നീട് ഗൾഫിലെ ഓയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാനാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്ക് പാകിസ്ഥാൻ എന്നും ഒരു പാവ ഗവൺമെൻറ്റായി പ്രവർത്തിച്ചു. പിന്നീട് ആ തീവ്രവാദത്തിന് വേണ്ടി അവർ നിന്നു. അപ്പം ചുരുക്കത്തിൽ മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി കളിക്കാൻ നിൽക്കുന്ന ഒരു പാവ രാഷ്ട്രമായി, ഒരു റബ്ബർ സ്റ്റാമ്പായി പാകിസ്ഥാൻ മാറിയതാണ് ഇന്ന് അവരെ ഈ ഭീകരരാഷ്ട്ര സാഹചര്യത്തിൽ നിന്ന് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് മോചിക്കുക പാകിസ്ഥാനെ എളുപ്പമല്ല. അവിടെ ജനാധിപത്യമാണ് പുലരേണ്ടത്, പക്ഷേ പറയാൻ എളുപ്പമാണ്. പക്ഷേ ജനാധിപത്യത്തിൻ്റെ വേരുകൾ ഒട്ടും തന്നെ ശക്തിയില്ല. അതുകൊണ്ട് അതോടൊപ്പം പട്ടാളത്തിനും പോലീസിനും സെക്യൂരിറ്റിക്കും ഒരുപാട് സാമ്പത്തികം ചിലവാക്കുന്നു. ചൈനയ്ക്ക് ഇനി പാകിസ്ഥാനെ അങ്ങനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റുമോ? ചുരുക്കത്തിൽ ഒരു സാമ്പത്തിക കുഴപ്പത്തിലും സുരക്ഷിത പ്രശ്നത്തിലും ഉഴലുന്ന പാകിസ്ഥാന് ഈ സാഹചര്യത്തിൽ ഒരു യുദ്ധം അഫോർഡ് ചെയ്യാൻ പറ്റുമോ? അതോ യുദ്ധം കൊണ്ട് ഇന്ത്യ വിരുദ്ധത ശക്തിപ്പെടുത്തി പാകിസ്ഥാൻ്റെ ഒരു പുതിയ ദേശീയത വീണ്ടും സാഹചര്യത്തിൽ കൊണ്ടുവരാനാണോ പുതിയ തലമുറയിലെ ആൾക്കാരെ ആ നിലയ്ക്ക് ആൻറ്റി ഇന്ത്യൻ ക്യാരക്ടറിലേക്കും ആൻറ്റി ഇന്ത്യൻ ഫീലിങ്ങിലേക്ക് കൊണ്ടുവന്ന് പാകിസ്ഥാൻ്റെ ദേശീയത വളർത്താനാണോ അവരെ ആഗ്രഹിക്കുന്നത്? എന്ന് പറഞ്ഞാലും പാകിസ്ഥാന് ഒരു ദിശയില്ല, ഒരു വിഷനില്ല. ഇന്ത്യ വിരുദ്ധത മാത്രം കൊണ്ട് രാജ്യത്തിന് എത്ര കാലം മുന്നോട്ട് പോകാനാകും? എന്തായാലും യുദ്ധത്തിൻ്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയിരിക്കുകയാണ്. അത് യുദ്ധത്തിലെത്തുമോ അതോ ഇന്ത്യയുടെ ഒരു സർജിക്കൽ സ്ട്രൈക്കിൽ അവസാനിക്കുമോ? വളരെ താമസിയാതെ നമുക്ക് ഇക്കാര്യത്തിന് ഒരു ഉത്തരം കിട്ടും. നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും കോംപ്ലക്സ് ആയിരിക്കുന്ന ഒരു ലോക ക്രമത്തിന് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങൾ വഷളാകുന്നത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും എന്നുള്ളൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അന്തർദേശീയപരമായിട്ട് ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് വരണം. G20 തന്നെ അക്കാര്യത്തിൽ ഇനിഷ്യേറ്റീവ്സ് എടുക്കാം. അങ്ങനെ എടുക്കണം. ഇല്ലെങ്കിൽ തന്നെ മിഡിൽ ഈസ്റ്റിലും യുക്രൈനിലും 2 യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ആ 2 യുദ്ധങ്ങൾ തന്നെ ലോകത്തിൻ്റെ കെടുതി കൂട്ടിയിട്ടുണ്ട്. ഇതിനപ്പുറം ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ സംഘർഷം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്.